Hi friends, എല്ലാവർക്കും കിടു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ മിന്റ് റൈസ് ഉണ്ടാക്കിയെടുക്കാനുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ കിടു മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ സ്റ്റൗ എല്ലാം കത്തിച്ച് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള സെറ്റപ്പിലോട്ട് പോകാം. ഇവിടെ നമ്മൾ പണ്ടത്തെ പമ്പ് ചെയ്യുന്ന സ്റ്റൗ ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ട് ബസുമതിയുടെ 1 കപ്പ് റൈസ് നമുക്ക് എടുത്ത് നല്ലോണം കഴുകിയിട്ട് ഇതിനുള്ളിലിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ നമ്മൾ ഈ റൈസ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഓവറായിട്ട് വെന്ത് പോകരുതും. ഇതിലൊരു ഏകദേശം ഒരു ലൈറ്റായിട്ട് ചൂട് കൊള്ളുമ്പോൾ തന്നെ ഈ റൈസ് ഇച്ചിരി വെന്ത് തുടങ്ങും. അപ്പോൾ ഓവറായിട്ട് കുഴയാതെ നമ്മൾ നോക്കണം. ഇവിടെ നമ്മൾ റൈസ് മീഡിയം രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിന്റ് ചട്നി തയ്യാറാക്കണം. അതിനായിട്ട് നമുക്ക് വേണ്ടത് വേറൊന്നുമല്ല, പുതിനയില വേണം, പിന്നെ മല്ലിയില, പിന്നെ നമുക്കൊരു 1 കപ്പ് തേങ്ങ ചുരണ്ടിയത് വേണം, പിന്നെ പച്ചമുളക് കുറച്ച് വേണം, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും സമത്തിന് അരിഞ്ഞതും, പിന്നെ ഒരു നാരങ്ങ, പിന്നെ പാകത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ ഞാൻ ഇവിടെ കല്ലിലാണ് ഇടിച്ച് അരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മിക്സിയിൽ ചെയ്യാമെങ്കിൽ അത് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ മിന്റ് ചട്നി നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുകയാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ശകലം ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ചട്ടി വെച്ചിട്ട് ഒരു ശകലം വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വയനയിലയും പിന്നെ കറുവപ്പട്ടയും പിന്നെ ഗ്രാമ്പു ഒരല്പം ഏലക്കായും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത്യാവശ്യം ഇച്ചിരി മൂക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ വയനയിലയും കറുകപ്പട്ടയും ഗ്രാമ്പും ഏലക്ക ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് 1 പീസ് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും പിന്നെ ഒരു സബോള നമുക്ക് നീളത്തിൽ അരിഞ്ഞതുമായിട്ട് നല്ലോണം ഒന്ന് ഇളക്കി വരട്ടിയെടുക്കാം. സബോള ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തീ അല്പം കുറയ്ക്കാം. ഇത് ഇരുമ്പേട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇവിടെ നമ്മുടെ സവോളയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ മുമ്പ് അരച്ച് വെച്ച ആ ഒരു ചട്നി ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചട്നി നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ തീ സ്ലിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ഇതിനകത്ത് ഇളക്കാൻ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ മുമ്പ് ഊറ്റി വെച്ച ഒരു ചോറ് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് പതിയെ ഇളക്കണം. ഓവറായിട്ടിട്ട് ഇളക്കിയാൽ ആ ചോറ് മുഴുവൻ കുഴഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലൈറ്റായിട്ട് ഒരു ശകലം ഉപ്പൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ കിടു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം കണ്ണൻ ആലപ്പി.